സദാശിവ ബ്രഹ്മമെന്നും സദാശിവ ബ്രഹ്മേന്ദ്രരെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന മഹാജ്ഞാനിവര്യൻ അവധൂത സ്ഥിതിയിൽ വിഹരിച്ച മഹാപുരുഷൻ. കൂടുതലൊന്നും നമുക്കറിയില്ല. വലിയ പണ്ഡിതനായിരുന്നെന്നും ആ അറിവിന്റെ മഹിമയാൽ വലിയ വലിയ മഹത്വത്തെ പ്രാപിച്ചിരുന്നെന്നും, എന്നല്ല ശങ്കരാചാര്യ പദവിയിൽ വിരാജിച്ചിരുന്നെന്നുമൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ആ പണ്ഡിതൻ യോഗ സൂത്രങ്ങൾക്ക് ഭാഷ്യം രചിച്ചു, ബ്രഹ്മസൂത്രങ്ങൾക്ക് ഭാഷ്യം രചിച്ചു. അങ്ങനെ യോഗ ദർശനത്തിനും വേദാന്ത ദർശനത്തിനും ഒരുപോലെ ഭാഷ്യം ചമച്ച ആ അദ്വിതീയനായ പണ്ഡിതവര്യൻ ക്രമേണ ആശ്രമം, മഠാധിപത്യം തുടങ്ങിയവയെ ഒക്കെ ഉപേക്ഷിച്ച് സന്യാസിയുടെ നിയമക്രമങ്ങളെയെല്ലാം ഉപേക്ഷിച്ചു, കാഷായ വസ്ത്രധാരണം തുടങ്ങിയവയെല്ലാം ഉപേക്ഷിച്ച് ജാതരൂപനായിട്ട് അവധൂത വൃത്തിയിൽ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ മഹിമ അറിയുന്നവർ പലപ്പോഴും അദ്ദേഹത്തെ പിന്തുടർന്നു ആദരപൂർവം. അദ്ദേഹം ഒന്നിലും ഒരു സംഘവുമില്ലാതെ, ഒരു ലേപനവുമില്ലാതെ ജീവിച്ചു, ആനന്ദത്തിൽ ആറാടിക്കൊണ്ട്. പക്ഷെ അവിടെ ഏറ്റവും വലിയൊരു ലോകാനുഗ്രഹം ആ സ്ഥിതിയിലും വന്നത് അദ്ദേഹം ആ ഒരു ആനന്ദഭാവത്തിൽ പലതും പാടി. അനുചരന്മാരായിട്ട് ചരിച്ച ഭക്തന്മാര് അവർ പലരും അത് കുറിച്ചെടുത്തു. എല്ലാം ഒന്നും കുറിച്ച് കാണില്ല, പക്ഷെ കേട്ടത് കുറിച്ചെടുത്തു. അത് നമ്മെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായി തീർന്നു. അത്യുത്തമങ്ങളായ ശ്രേഷ്ഠ സാഹിത്യത്തോടു കൂടിയ ധാരാളം കൃതികൾ സദാശിവ ബ്രഹ്മേന്ദ്രരുടേതായിട്ട് വന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയം, ആദ്യം ശാസ്ത്രപ്രവർത്തനം ചെയ്ത മഹാൻ, പ്രത്യേകിച്ച് ബ്രഹ്മസൂത്രം പോലുള്ള പ്രൗഢ വേദാന്ത ഗ്രന്ഥങ്ങൾക്ക് ഭാഷ്യം രചിച്ച, വ്യാഖ്യാനം രചിച്ച മഹാവിദ്വാൻ ആ വകയെല്ലാം ഒഴിവാക്കി ഒരു ശാസ്ത്രപ്രവർത്തനവും ഇല്ല, ഒരു ശാസ്ത്ര വ്യാഖ്യാനവും ഇല്ല, ഒരു പണ്ഡിത സദസ്സും ഇല്ല. ജഡനെ പോലെ, ഉന്മത്തനെ പോലെ, ഭ്രാന്തനെ പോലെ അവധൂത വൃത്തിയിൽ കഴിയുകയാണ്. പക്ഷെ ആ സമയത്തും ആ ആനന്ദ സ്ഫുരണം സംഗീതധാരയായിട്ട് ഒഴുകി. ആ സംഗീതധാരയാണ് നമുക്ക് കുറെയൊക്കെ ലഭിച്ചിട്ടുള്ളത്. കാരണം എത്രമാത്രം അത് ഒഴുകി എന്നറിയില്ല. നമുക്ക് സംഗീതത്തെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം സദാശിവ ബ്രഹ്മേന്ദ്രരുടെ കൃതികളെ കുറിച്ച്. എത്രയെത്ര കൃതികളാണ്! ഓരോന്നും വേദാന്തത്തിന്റെ സൂക്ഷ്മ ബോധത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. സ്തുതിക്കുന്നത് രാമനെ ആയിരിക്കാം, സ്തുതിക്കുന്നത് കൃഷ്ണനെ ആയിരിക്കാം, ഇനി വേദാന്ത വിചാരത്തിൽ തന്നെ ആരംഭിക്കുന്നതുമായിരിക്കാം. അതൊക്കെ തന്നെ പരമമായ ഏകത്വ ബോധത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഭാവത്തോടുകൂടി പാടുന്ന ഗായകരുടെ മഹിമ അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഏതൊരു ശ്രോതാവും ശരിക്കും ഒരു ആനന്ദഭാവത്തെ അനുഭവിക്കും ആ കൃതികൾ കേട്ടാൽ എന്നുള്ളതിൽ സംശയമില്ല.
ഏതായാലും ആ മഹാപുരുഷന്റെ സമാധി അദ്ദേഹം തീർത്തും സ്വേച്ഛയ സ്വയം ആസനസ്ഥനായി ശരീരത്തെ ഉപേക്ഷിക്കുക ചെയ്തത്. സേലത്തിനടുത്ത് നെരൂർ എന്നുള്ള ഗ്രാമമാണ്. കരൂരിനടുത്താണത്. സേലം പ്രദേശത്ത് കരൂരിനടുത്ത് നെരൂർ എന്നുള്ള ഗ്രാമം. അവിടെ സദാശിവ ബ്രഹ്മേന്ദ്രരുടെ മഹാസമാധി ക്ഷേത്രമുണ്ട്. വളരെ ശ്രേഷ്ഠമാണ്. അതിനു മുമ്പുള്ള ദശയിൽ അവധൂത വൃത്തിയിൽ കഴിയുന്ന ഏറെ കാലവും കാവേരി തട വിഹാരിയായിട്ടാണ്, കാവേരി തടത്തിലൂടെയാണ് അവിടെ നേരെ സഞ്ചരിച്ചത്. ഒട്ടനവധി ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ സദാശിവ ബ്രഹ്മേന്ദ്രത്തെ കുറിച്ചുണ്ട്. ഒട്ടനവധി ഐതിഹ്യങ്ങളും കഥകളും പ്രചരിച്ചു. വലിയ പ്രഭാവം അദ്ദേഹം ചെലുത്തി, വലിയ പ്രഭാവം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും സദാശിവ ബ്രഹ്മേന്ദ്ര സരസ്വതി എന്നുള്ള പേരിൽ അവിടുത്തെ ഭാഷ്യം നമുക്ക് ലഭിക്കും. ബ്രഹ്മസൂത്ര ഭാഷ്യം ലഭ്യമാണ്. വളരെ പണ്ഡിതോചിതമാണ്. പക്ഷേ വളരെ ചെറിയ ചെറിയ കീർത്തനങ്ങൾ, അത് നമ്മളിലേക്ക് പകരുന്ന ഒരു ഭാവമുണ്ടല്ലോ, അത് അവാച്യമാണ്. അത്യന്തം പണ്ഡിതോചിതമായിരിക്കുന്ന ഭാഷ്യത്തെക്കാൾ തോന്നുകയാണ് ഈ കീർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. എന്തോ ഒരു വിശേഷമായ വശ്യതയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം, വിശിഷ്ടമായ സ്ഥാനം സന്ദർശിക്കുക, ആ കൃതികളൊക്കെ ഒന്ന് കേൾക്കുക, അങ്ങനെ സ്വയം അനുഭവിക്കുക. ആ മഹാപുരുഷനെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കഥകളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. കാരണം പല കഥകളും ഉണ്ട്. കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത് മറ്റു പലരുമാണല്ലോ. അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അദ്ദേഹം, ആ മഹാപുരുഷൻ ഏതൊക്കെ പ്രദേശത്ത് സഞ്ചരിച്ചു എന്നറിയില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും അവരിൽ ആരംഭിച്ച് പരബ്രഹ്മ തത്വത്തെ വർണ്ണിച്ച് അവസാനിക്കുന്നതാണ് പ്രസിദ്ധങ്ങളായ ഏറെ കൃതികൾ. അതുപോലെ തന്നെ ബ്രഹ്മതത്വത്തെ പ്രതിപാദിക്കുന്ന കൃതികളും ഉണ്ട്. എന്നാൽ പ്രത്യക്ഷമായി ഗംഗയെ മുന്നിൽ കണ്ട് ആ കീർത്തന മാത്രത്താൽ ഗംഗയെ തമിഴ്നാട്ടിലേക്ക് ആവാഹിച്ച് ഒരു സമ്പന്നനായ ജമീന്ദാരുടെ കിണറിൽ നിന്ന് ഗംഗയെ പ്രകടമാക്കി തീർത്ത ഒരു മഹാത്ഭുത സിദ്ധി കാണിച്ച വിഷയം പ്രസിദ്ധമാണ്. തുംഗതരംഗേ ഗംഗേ എന്നുള്ള തുടങ്ങുന്ന കീർത്തനം ശരിക്കും അതിലെ ഓരോ പദവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഗംഗ ഇങ്ങനെ ഒഴുകുകയാണ്. തുംഗതരംഗങ്ങളോടുകൂടി ധാരാളം മത്സ്യങ്ങളും ആമകളും എല്ലാമുള്ള പരമഹംസ പരിവ്രാജകന്മാരാൽ നിരന്തരം സേവിക്കപ്പെടുന്ന, സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന പുണ്യശാലിനിയായ ഗംഗ. ആ ഗംഗയെ നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുകയാണ് ചെയ്യുക ആ കീർത്തനം ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ. അതൊക്കെ അത്ഭുതമായിട്ടുള്ളൊരു ഒരു വിഷയമാണ്. അവിടുന്ന് ഗംഗാതീരത്തേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അറിയാത്തതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ ഏതായാലും ശ്രോതാവിന്റെ മുമ്പിൽ ഗംഗയെ പ്രതിഷ്ഠിക്കുകയാണ്. ആ മഹിമ അതൊരു സാമാന്യമായിട്ട് ലഭിക്കുന്നതല്ല. അതെല്ലാം
ദ്വന്ദ്വാതീത സ്ഥിതിയിൽ കഴിയുന്ന പരമയോഗിവര്യനിൽ നിന്ന് വരുന്നതാണ്. ഏതായാലും വളരെ സന്തോഷം. ആദ്യം വിദ്വത് വരിഷ്ഠനായി ലോകത്തിൽ അറിയപ്പെട്ട് പിന്നീട് എപ്രകാരമാണോ താൻ ഗൃഹത്യാഗം തുടങ്ങിയവ ചെയ്തത് അതുപോലെ ഈ പാണ്ഡിത്യഭാവത്തെയും മഠാധിപത്യത്തെയും ആചാര്യൻ എന്നുള്ള ഭാവത്തെയും എല്ലാം വലിച്ചെറിഞ്ഞ് അവധൂത വൃത്തിയിൽ ആനന്ദമഗ്നനായി കഴിഞ്ഞ മഹാപുരുഷൻ സ്മരിക്കുക, അത്രയേ കഴിയൂ. ഏതായാലും വളരെ വളരെ സന്തോഷം. നമസ്തേ.